ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഫാറ്റി ആസിഡ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതായത് അതിന്റെ നോമൻക്ലേച്ചർ അതൊക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞ തന്നെ ഞാൻ ഒന്ന് പറയാണ്, ബ്രഷപ്പ് ചെയ്യാണ്. അതായത് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് കാർബോക്സിലിക് ആസിഡിന്റെ ഹൈഡ്രോ കാർബൺ ചെയിൻ വളരെ ലെങ്തി ആയിരിക്കും. അപ്പൊ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ്സിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ടൈപ്പ് ഫാറ്റി ആസിഡ്സിലെ കേസിൽ ഒരു എൻഡ് മോളിക്യൂളിന്റെ ഒരറ്റത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് COH ഗ്രൂപ്പും മറ്റേ എൻഡില് മീത്താൽ ഗ്രൂപ്പ് ഉള്ള ടൈപ്പ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഈ ടൈപ്പ് കോമ്പൗണ്ട്സ് വരച്ചാണ്. അപ്പൊ ഇതില് ഒരു എൻഡ് COH ഗ്രൂപ്പ്, മറ്റേ എൻഡ് CH3 ഗ്രൂപ്പ്. അപ്പൊ ഏറ്റവും ഈ അറ്റത്തുള്ള CH3 ഗ്രൂപ്പിനെ, ഏറ്റവും ടെർമിനൽ മീത്താൽ ഗ്രൂപ്പിനെ നമ്മൾ ഒമേഗ എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. ഈ മറ്റേ അറ്റത്തുള്ള കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെ ഡെൽറ്റ എന്ന് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള മീത്താൽ ഗ്രൂപ്പിനെ നമ്മൾ ആൽഫ എന്നും, അത് കഴിഞ്ഞിട്ട് വരുന്ന മെത്തിലിൻ ഗ്രൂപ്പിനെ ബീറ്റ എന്ന്, അത് കഴിഞ്ഞ് ഗാമ, അങ്ങനെ പോവും. അങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒമേഗ, ഈ മീതാൽ ഗ്രൂപ്പ് ഒമേഗ, ആൻഡ് ദിസ് വൺ ഈസ് കാർബോക്സിലിക് ആസിഡ് വിച്ച് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡെൽറ്റ. അതിന്റെ അടുത്തുള്ള മെത്തിലിൻ ആൽഫ, പിന്നത്തെ ബീറ്റ, അങ്ങനെ പറഞ്ഞ നോമൻക്ലേച്ചർ ചെയ്തു. അപ്പൊ ഈ ഫാറ്റി ആസിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. സാച്ചുറേറ്റഡിന്റെ പ്രത്യേകത ഈ ഹൈഡ്രോ കാർബൺ ചെയിൻ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ആയിരിക്കും. അതായത് ഇതിൽ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉണ്ടാവൂ. does not contain any double or triple bonds. അപ്പൊ ഡബിൾ ബോണ്ട്സ് അതോ ട്രിപ്പിൾ ബോണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട്സ് മാത്രമുള്ളെങ്കിൽ ആ ടൈപ്പ് ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. മിക്ക സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഹൈഡ്രോകാർബൺ ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും, ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട്സ് ആയിരിക്കും. വിത്ത് ആൻ ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഈവൺ നമ്പർ ആയിരിക്കും. അതായത് 16, 18, 20, 22 അതുള്ള അത്ര ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഈ ടൈപ്പ് ഫാറ്റി ആസിഡ്സിൽ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഫാറ്റി ആസിഡ്സിൽ ഉണ്ടാവുന്നത്. അഗൈൻ കാർബണിന്റെ നമ്പർ പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓർക്കണം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് COH ഗ്രൂപ്പ്. ആ COH ഗ്രൂപ്പിന്റെ കാർബൺ ആറ്റം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതില് മോസ്റ്റ് കോമൺ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് 12 മുതൽ 22 കാർബൺ ആറ്റം വരെയുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും എക്സാമ്പിൾ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പാൽമെറ്റിക് ആസിഡ്. അതൊരു 16 കാർബൺ ആറ്റം ഉള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് പാൽമെറ്റിക് ആസിഡ്. 15 H31 COH. അപ്പൊ ഈ COH ഗ്രൂപ്പിന്റെ കാർബണും ഈ 15 ഹൈഡ്രോ കാർബൺ ചെയിൻ ലെങ്ത് അങ്ങോട്ട് കൂടിയ 16 കാർബൺ ആറ്റം ഉള്ള ഇതാണ് പാൽമെറ്റിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 18 കാർബൺ ആറ്റം ഉള്ള ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഫാറ്റി ആസിഡ് ആണ് സ്റ്റിയറിക് ആസിഡ്. All these two comes under the example of saturated fatty acid. And when you go to the next one, which is the unsaturated fatty acid, which unsaturated എന്ന് പറഞ്ഞാൽ it contains double or triple bonds in the hydrocarbon chain. അങ്ങനെയാണ് unsaturated fatty acid എന്ന് പറയുന്നത്. Unsaturated തന്നെ ഡബിൾ ബോണ്ട്സിന്റെ എണ്ണം അനുസരിച്ച് മോണോ അൺസാച്ചുറേറ്റഡ് വരാം, അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് വരാം. മോണോ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് അതിലൊരു സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവൂ. കണ്ടെയ്ൻസ് ഓൺലി വൺ ഡബിൾ ബോണ്ട്. അതായത് മോണോ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് സിംഗിൾ ഡബിൾ ബോണ്ട്. ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഹാവ് വൺ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഒറ്റ ഡബിൾ ബോണ്ട് അതിലുണ്ടാവുള്ളൂ. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഒലീക് ആസിഡ്. അത് 18 കാർബൺ ആറ്റം ഉള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് ഒലീക് ആസിഡ് എന്ന് പറയുന്നത്. അതിലൊരു സിംഗിൾ ഡബിൾ ബോണ്ടേ അതിലുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. Again example of a monounsaturated fatty acid. Again we also have the poly unsaturated fatty acid. Poly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട്സ് വരാം. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കേസിൽ if it contains more than one double bond, it is comes under the classification of poly unsaturated fatty acid. Okay. അതേപോലെ തന്നെ ഈ ഡബിൾ ബോണ്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജിയോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യും. അതായത് സിസോ ട്രാൻസോ ആയി വരാം. നാച്ചുറലി ഒക്കറിംഗ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എല്ലാം സിസ് ഫാറ്റി ആസിഡ് ആണ്. അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റം, ഡബിൾ ബോണ്ട്സിന്റെ അപ്പുറത്തുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഒരേ സൈഡിൽ വരുന്നതാണ്. അപ്പോൾ സിസ് ഫാറ്റി ആസിഡ്. നാച്ചുറലി ഒക്കറിംഗ് എല്ലാം സിസ് ഫാറ്റി ആസിഡ്സ് ആണ്. ട്രാൻസ് ഫാറ്റി ആസിഡ് കേസിലെ
എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഫാറ്റി ആസിഡിന്റെ കേസിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. സാച്ചുറേറ്റിന്റെയും ഷോർട്ട് ചെയിനും ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ കേസ് നമ്മൾ പറഞ്ഞാണ്. അതേപോലെ തന്നെ സിസ് ഫാറ്റി ആസിഡും ട്രാൻസ് ഫാറ്റി ആസിഡ് എടുത്തു കഴിഞ്ഞാൽ സിസ് ഫാറ്റി ആസിഡ് തെർമോഡൈനാമിക്കലി ലെസ് സ്റ്റേബിൾ ആണ്. അതാണ് ട്രാൻസ് ഫാറ്റി ആസിഡ് ഇറ്റ്സ് മോർ സ്റ്റേബിൾ. അതേപോലെ സിസ് ഫാറ്റി ആസിഡിന് മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും, ട്രാൻസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ പല കാറ്റഗറി ഉണ്ട്. omega-3, omega-6, omega-9 എന്നൊക്കെ പറയുന്ന ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ omega-3, omega-6, omega-9 ഒക്കെ പറയുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കേസിലാണ് ഈ കാറ്റഗറി വരുന്നത്. അതായത് ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഈ omega-3, omega-6 എന്നൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒമേഗ എന്ന് പറയുന്നത് ആ ടെർമിനൽ പൊസിഷനിലുള്ള മീഥൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒമേഗ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ ഒമേഗ ഫാറ്റി ആസിഡിന്റെ കേസില് ഈ ഫസ്റ്റ് ഡബിൾ ബോണ്ട് എവിടെയാണ് വരുന്നത്? റിലേറ്റ് ചെയ്തത് ഒമേഗ കാർബൺ, അതായത് ഏറ്റവും ടെർമിനൽ പൊസിഷനിലുള്ള കാർബൺ ആറ്റമിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഡബിൾ ബോണ്ട് എവിടെയാണ് വരുന്നത് എന്നനുസരിച്ചാണ് ഇത് omega-3, omega-6, omega-9 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഡബിൾ ബോണ്ട് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ വരുന്നതെങ്കിൽ റിലേറ്റ് ചെയ്ത മീഥൈൽ ഗ്രൂപ്പ് ഒമേഗ കാർബൺ ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈ ഡബിൾ ബോണ്ട് വരുന്നതെങ്കിൽ അത് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയും. ആറാമത്തെ കാർബൺ ആറ്റത്തിൽ ഫസ്റ്റ് ഡബിൾ ബോണ്ട് വരുന്നതെങ്കിൽ അത് omega-6 എന്നും. ഒമ്പതാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈ ആദ്യത്തെ ഡബിൾ ബോണ്ട് വരുന്നതെങ്കിൽ omega-9. അതായത് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ഏറ്റവും അറ്റത്തെ മീഥൈൽ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അതായത് അതാണ് ഒമേഗ കാർബൺ. COH ഗ്രൂപ്പിൽ നിന്നല്ല നമ്പർ ചെയ്യുന്നത്, മീഥൈൽ ഗ്രൂപ്പിൽ നിന്നാണ്, ഏറ്റവും അറ്റത്തെ മീഥൈൽ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള പൊസിഷൻ ആണ് ഇവിടെ പറയുന്നത്. അതനുസരിച്ച് അതിന്റെ ഫസ്റ്റ് ഡബിൾ ബോണ്ട് ആദ്യം വരുന്ന ഡബിൾ ബോണ്ട് പൊസിഷൻ 3 ആവാം, ആറാമത്തെ കാർബൺ ആറ്റം ആവാം, ഒമ്പതാമത്തെ കാർബൺ ആറ്റം ആവാം. അതനുസരിച്ച് omega-3, omega-6, omega-9 എന്നൊക്കെ പറയുന്ന ഫാറ്റി ആസിഡ്സ് എല്ലാം വരുന്നുണ്ട്. omega-3 അല്ലെങ്കിൽ omega-6 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. കാരണം ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് ആനിമൽസിന്റെ ഗ്രോത്തിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഫാറ്റി ആസിഡ് ആണ് ഈ omega-3, omega-6 എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ പ്ലാന്റ്സ് ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. പ്ലാന്റ്സ് അതേപോലെ തന്നെ ഫൈറ്റോപ്ലാങ്ക്ടൺ, സീ ആൽഗയ്ക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. പ്ലാന്റ്സും ഈ ഫൈറ്റോപ്ലാങ്ക്ടൺസിൽ നിന്നാണ് ഇത് ഫിഷിന്റെ ബോഡീസിൽ നിന്നും പിന്നെ മാമൽസിന്റെ ബോഡീസിലൊക്കെ ഇത് വരുന്നത്. ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആൽഗീസ്. ആനിമൽസിന് ഇത് ഉണ്ടാക്കാനുള്ള കഴിവ് ഇല്ല. അപ്പൊ ഈ പ്ലാന്റ്സിനെയൊക്കെ കഴിച്ചിട്ടാണ് ആനിമൽസിന്റെ ബോഡിയിൽ ഇത് വരുന്നത്. ദേ ആർ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. രണ്ട് ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. omega-3 omega-6ലേക്കും അല്ലെങ്കിൽ omega-6നെ omega-3ലോട്ടോ ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബോഡിക്ക് omega-3 ഫാറ്റി ആസിഡ് എസെൻഷ്യൽ ആണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് ആണ് കൺസ്യൂം ചെയ്യണം, omega-6ന് omega-6 ഫാറ്റി ആസിഡ് തന്നെ കൺസ്യൂം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് കഴിക്കുന്നത്. 7 Seas കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഫിഷ് ഓയിലാണ്, ഫിഷ് ലിവർ ഓയിലാണ്. അതിൽ ദാറ്റ് ഈസ് ആക്ച്വലി വെരി റിച്ച് ഇൻ ദിസ് ടൈപ്പ് ഓഫ് omega-3 ആൻഡ് omega-6 ഫാറ്റി ആസിഡ് റിച്ച് ആണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അത് സാധാരണ ടൈപ്പ് കോഡ് ലിവർ ഓയിൽ കൊടുക്കാറുണ്ട്. ബിക്കോസ് ദേ ആർ ആക്ച്വലി എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത്. അതുകൊണ്ട് ഇതാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ചില സ്ട്രക്ചർ ഫാറ്റി ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലിക് ആസിഡിൽ നോക്കാം. ഒരു ഡബിൾ ബോണ്ട് ഉള്ളൂ ഒലിക് ആസിഡ്. ഒരു ഡബിൾ ബോണ്ട് ഉള്ള കുറെ ഫാറ്റി ആസിഡ് ഉണ്ട്. സ്റ്റിയറിക്കും പാൽമിറ്റിക്കും ഡബിൾ ബോണ്ട് ഇല്ലാത്തതാണ്. അതേപോലെ ഒലിക് ആസിഡിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അത് omega-9 പൊസിഷനിലാണ് ഒലിക് ആസിഡ് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. ലിനോലിക് ആസിഡ് ഉണ്ട്. ലിനോലിക് ആസിഡിൽ 2 ഡബിൾ ബോണ്ട് വരും. ഈ 2 ഡബിൾ ബോണ്ട്സിന്റെ ഇടയ്ക്ക് ഒരു CH2 ഗ്രൂപ്പ് വരും. CH2 ഗ്രൂപ്പിന്റെ അപ്പുറത്തിപ്പുറത്തുമാണ് ഈ 2 ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട്സ് കോൺജുഗേറ്റഡ് അല്ല, നോൺ കോൺജുഗേറ്റഡ്. ഇടയ്ക്ക് ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട് ഇടയ്ക്ക്. അത് ലിനോലിക് ആസിഡ് ആണ്. അഗെയിൻ ഒരു 18 കാർബൺ ആറ്റം അതിലുള്ളൂ. പിന്നെ ഇത് 2 ഡബിൾ ബോണ്ട്. അതേ 3 ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ലിനോലിനിക് ആസിഡ് എന്ന് പറയും. അപ്പൊ ഒലിക് ആസിഡിൽ ഒരു ഡബിൾ ബോണ്ട്, ലിനോലിക് ആസിഡിൽ 2 ഡബിൾ ബോണ്ട്, ലിനോലിനിക് ആസിഡിൽ 3 ഡബിൾ ബോണ്ട് വരും. ഈ ഓരോ ഡബിൾ ബോണ്ടിന്റെ ഇടയ്ക്ക് മീഥൈൽ CH2 ഗ്രൂപ്പ് വരുന്നുണ്ട്. അഗൈൻ ഈ 3 ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് അല്ല, ഇടയ്ക്കൊരു CH2 ഗ്രൂപ്പ് വരുന്നുണ്ട്. എല്ലാം 18 കാർബൺ ആറ്റം ഉള്ള ഇതാണ് ഒലിക് ആസിഡും ലിനോലിക്കും ലിനോലിനിക് ആസിഡും
എല്ലാത്തിലും 18 കാർബൺ ആറ്റം ആണ് ഉള്ളത്. പക്ഷെ മറ്റേ ഒലീക്കിൽ ഒരു ഡബിൾ ബോണ്ട്, ലിനോലീക്കിൽ 2 ഡബിൾ ബോണ്ട്, ലിനോലീനിക്കില് 3 ഡബിൾ ബോണ്ട്. ഓക്കെ, ഇത് ലിനോലീനിക് ഒരു omega-3 ഫാറ്റി ആസിഡ് ആണ്. ലിനോലിക് ആസിഡ് omega-6 ഫാറ്റി ആസിഡ് കാറ്റഗറിയിൽ വരും. ഒലീക് ആസിഡ് ഒരു omega-9 ഫാറ്റി ആസിഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഹോർലിക്സിന്റെ പരസ്യത്തിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നാച്ചുറൽ ഡ്രിങ്ക്സിലൊക്കെ ഇപ്പൊ DHA എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റിച്ച് ഇൻ DHA എന്ന് പറയുന്നത്. ഈ DHA എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡ് ആണ്. ആക്ച്വലി ഡെക്കാസഹെക്സനോയിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഈ DHA എന്ന് പറയുന്നത് അതൊരു ആക്ച്വലി ഒരു ഫാറ്റി ആസിഡ് ആണ്, ഒരു omega-3 ഫാറ്റി ആസിഡ് ആണ്. ബ്രെയിൻ ഗ്രോത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് ഈ DHA എന്ന് പറയുന്നത്. അതൊരു omega-3 ഫാറ്റി ആസിഡ്. അതാണ് ഈ ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചത്. DHA omega-3 ഫാറ്റി ആസിഡ് എസെൻഷ്യൽ ഫോർ ബ്രെയിൻ ഗ്രോത്ത്. ബ്രെയിന്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണിത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കണം. അപ്പോൾ ഈ ഡ്രിങ്ക്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഈ DHA എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാലോ സാച്ചുറേറ്റഡും മോണോഅൺസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഇനി ഇതിന്റെ അവൈലബിലിറ്റി, ഈ ഫാറ്റി ആസിഡ്സിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം മിക്കതും പ്ലാന്റ്സും ആനിമൽസിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്, ഫ്രം പ്ലാന്റ്. അതുപോലെ ആനിമൽസിനും ബോഡീസിലും ഉണ്ട്. ഏകദേശം നാച്ചുറലി ഒക്കറിംഗ് ഫാറ്റി ആസിഡിൽ ഏകദേശം പകുതി അൺസാച്ചുറേറ്റഡ് ആണ്. ഏകദേശം ഹാഫ് ഓഫ് ദി ഫാറ്റി ആസിഡ്സ് ആർ നാച്ചുറലി ഒക്കറിംഗ് ഫാറ്റി ആസിഡ്സ് ആർ അൺസാച്ചുറേറ്റഡ്. അത് തന്നെ മിക്കതും പോളി അൺസാച്ചുറേറ്റഡ് ആണ്. അതായത് മോണോ അൺസാച്ചുറേറ്റഡ് അല്ല, മിക്കതും മോസ്റ്റ് ഓഫ് ദം ആർ പോളി അൺസാച്ചുറേറ്റഡ്. ഏകദേശം 100 ഡിഫറെന്റ് ഫാറ്റി ആസിഡ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, 100 different type of fatty acids exist in nature, and most of the fatty acids have an even number of carbon atoms. മിക്ക ഫാറ്റി ആസിഡിലും നാച്ചുറൽ ഒക്കറിംഗ് ഫാറ്റി ആസിഡിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതായത് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഫാറ്റി ആസിഡ് നമ്പർ വളരെ കുറവാണ്. മിക്കതും പ്രോബിലിറ്റി ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. അതേപോലെ തന്നെ ഈ ഫാറ്റി ആസിഡ് നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ ദ ഫോം ഓഫ് എസ്റ്റേഴ്സ്. ഈ ഫാറ്റി ആസിഡിന്റെ എസ്റ്ററിന്റെ രൂപത്തിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫ്രീ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ജനറലി കുറവാണ്. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ഇത് മെയിൻലി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് എസ്റ്ററിന്റെ രൂപത്തിലാണ്, COOR ടൈപ്പ് എസ്റ്ററിന്റെ രൂപത്തിലാണ് ഈ ഫാറ്റി ആസിഡ് മിക്കതും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ അവർ സാധാരണ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് അതുതന്നെ പ്ലാന്റ്സിലുള്ള ഫാറ്റി ആസിഡിൽ 16 തൊട്ട് 18 കാർബൺ ആറ്റം ചെയിൻ ലെങ്ത് വരുന്ന ഫാറ്റി ആസിഡ് ആണ് ഏറ്റവും കോമൺ. C16 മുതൽ C18 വരെ വരുന്ന ഫാറ്റി ആസിഡ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള. 14 താഴെയുള്ള C14 ചെയിൻ ലെങ്ത്തിൽ താഴെ വരുന്ന C11 C12 ആ ടൈപ്പ് ഫാറ്റി ആസിഡ്സ് ജനറലി കുറവാണ്. നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ട് ടൈപ്പ് കാണുന്ന 2 ഫാറ്റി ആസിഡ് C16 ചെയിൻ ലെങ്ത്തും C18 ചെയിൻ ലെങ്ത്തുള്ള കാർബൺ ആറ്റംസ് ആണ് സാധാരണ കാണുന്നത്. ഓക്കെ, ഇനി ഫാറ്റി ആസിഡിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഫാറ്റി ഞാൻ പറഞ്ഞു അത് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ദിസ് ആക്ച്വലി ടേക്കൺ ആസ് ഇക്വലന്റ് ടു എ ഫാറ്റ്. ഫാറ്റ് എന്നൊക്കെ പറയുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ ഓയിൽസും ഫാറ്റ്സ് എല്ലാം ആക്ച്വലി ഫാറ്റി ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ അതായത് ലിപ്പിഡ്സ് എന്ന് പറയുന്നതും ഫാറ്റ്സ് എന്ന് പറയുന്നതും ഓയിൽസ് എന്ന് പറയുന്നതും അതേപോലെ വാക്സസ് എന്ന് പറയുന്ന എല്ലാം ആക്ച്വലി ഫാറ്റി ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഇപ്പൊ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം കൂടി ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ബോത്ത് ഫ്രീ ആസ് വെൽ ആസ് പാർട്ട് ഓഫ് കോംപ്ലക്സ് ലിപ്പിഡ്സ്, ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ കോംപ്ലക്സ് ലിപ്പിഡ്സിന്റെ പാർട്ടായിട്ടും ഫാറ്റി ആസിഡ് ഒരു ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഫ്യൂവൽ ആയിട്ടാണ്. നമ്മുടെ ബോഡിക്ക് എനർജി കൊടുക്കാൻ വേണ്ടി ഒരു ഫ്യൂവൽ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഫാറ്റ്, കൊഴുപ്പിന്റെ രൂപത്തിൽ. ഫാറ്റ് നമുക്കറിയാം, ഫാറ്റ് ഒരു ബോഡിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേജർ എനർജി സോഴ്സ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. 1 ഗ്രാം ഫാറ്റിൽ നിന്ന് ഏകദേശം 37 ജൂൾസ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. 1 ഗ്രാം ഫാറ്റ് മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിലീസസ് 37 ജൂൾസ് ഓഫ് എനർജി which is equal to 8.84 calories per gram. അത് 1 ഗ്രാം ഫാറ്റിൽ നിന്ന് ഏകദേശം 9 calories
എനർജി 1 gram ഫാറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. നേരെ മറിച്ച് അവ ഏറ്റവും റിച്ച് സോഴ്സ് ഓഫ് എനർജിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, മറ്റൊരു എനർജി സോഴ്സ് ആണ്. പക്ഷെ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 1 gram കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഏകദേശം 4 കലോറിയെ കിട്ടുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് 1 gram ഫാറ്റിൽ നിന്ന് 9 കലോറി, അതായത് കാർബോഹൈഡ്രേറ്റിനേക്കാളും ഇരട്ടിയിൽ കൂടുതൽ. കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാമിൽ നിന്ന് 4 കലോറീസ് കിട്ടുമെങ്കിൽ ഇവിടെ 1 gram ഫാറ്റിൽ നിന്ന് 9 കലോറീസ് എനർജി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ് കാർബോഹൈഡ്രേറ്റ്, ഈ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മേജർ മെറ്റബോളിക് ഫ്യൂവൽ ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് എനർജി കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് നമ്മൾ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ സ്ലോ റിലീസിംഗ് ആണ്. ഇതിന്റെ എനർജി വളരെ പതുക്കെയാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എനർജി വേണമെങ്കിലാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ കുടിക്കുന്നത്. അത് ബിക്കോസ് ദാറ്റ് ഈസ് എ കാർബോഹൈഡ്രേറ്റ്. പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഫാറ്റിൽ നിന്നാണെങ്കിലും ആ എനർജി സ്ലോ റിലീസിംഗ് ആണ്. കാരണം ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അത് അതിന്റെ പ്രത്യേകത. So it will take time. So it is actually energy released in small amounts. അതേപോലെ തന്നെ ഫാറ്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തെർമൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇൻസുലേഷൻ നമ്മുടെ ബോഡിക്ക് ഇത് കൊടുക്കും. അതായത് നമ്മുടെ സ്കിന്നിന്റെ താഴെ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് ആക്ച്വലി നമുക്ക് തെർമൽ ഇൻസുലേഷൻ, തണുപ്പിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ തരുന്നത്. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ നമ്മുടെ ബോഡി നോൺ കണ്ടക്ടിങ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ, ഇലക്ട്രിക് കറന്റിൽ നിന്ന്, ഷോക്കിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതും. മെക്കാനിക്കൽ ഇൻസുലേഷൻ പെട്ടെന്ന് ഒരു വീഴ്ചയിൽ നിന്നോ ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എല്ലുകൾക്കൊന്നും കേടുപാട് കൂടാതെ ഫ്രാക്ചർ ആവാതെ ഒരു പരിധി വരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്കത് തെർമലും ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ഇൻസുലേഷനും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫാറ്റി ആസിഡ് എല്ലാം എസെൻഷ്യൽ കമ്പോണൻസ് സെൽ മെംബ്രെയിൻ. ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം സെൽ മെംബ്രെയിൻസിന് ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. അവിടെയും ഫാറ്റി ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ഈ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജീൻ റെഗുലേഷനിൽ, ഈ ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സില് ഇത് ഫാറ്റി ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള്, RNA DNA ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ പല എസെൻഷ്യൽ റോൾസും നമ്മുടെ ബോഡിയിൽ ഫാറ്റി ആസിഡ്സ് പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഡ്രഗ് കാരിയർ ഒക്കെ ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഡ്രഗിനെ ക്യാരി ചെയ്യുന്ന ഡ്രഗിന്റെ മീഡിയം ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ആസ് ഡ്രഗ് വെഹിക്കിൾസ് ടു ക്യാരി ഡ്രഗ്സ്. ബോഡിയിലോട്ട് ഡ്രഗ് ക്യാരി ചെയ്യാനൊക്കെ ആയിട്ട് ഈ ടൈപ്പ് ഫാറ്റി ആസിഡ് ഉപയോഗിക്കുന്നത്. ഇത്രയൊന്നും നമ്മൾ പോകണ്ട, ജസ്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ. അതേപോലെ ഫാറ്റി ആസിഡ് നമ്മൾ ഡിറ്റർജൻസും സോപ്പൊക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന കേസാണ്, ഡിറ്റർജന്റും സോപ്പൊക്കെ. അപ്പൊ അതില് ആക്ച്വലി ഡിറ്റർജന്റും സോപ്പ് എന്നൊക്കെ പറയുന്നത് ഫാറ്റി ആസിഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഈ ഡിറ്റർജന്റും സോപ്പും ഒക്കെ. അതായത് ഈ ഡിറ്റർജന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ഈ എന്താണ് അതിന്റെ ഒരു എൻഡ് പോളാറും മറ്റേ എൻഡ് നോൺ പോളാറും ആയിരിക്കും. അതായത് പോളാർ ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, വാട്ടർ ലവിങ്. ഞാൻ ഈ പറഞ്ഞ റെഡ് ഇതുകൊണ്ട് കാണിച്ചാണ്. ഇത് ഹെഡ് പാർട്ട് വാട്ടർ ലവിങ് ആയിരിക്കും. വാട്ടർ ലവിങ് പാർട്ടിനെയാണ് നമ്മൾ ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. മറ്റേ താഴെ യെല്ലോ പോർഷൻ അത് വാട്ടർ ഹേറ്റിംഗ് ആയിരിക്കും. അതായത് ഡസ് നോട്ട് ലവ് വാട്ടർ. അതായത് അത് ഓർഗാനിക് സോൾവെന്റ്സിനോടായിരിക്കും അതിന്റെ ഇഷ്ടം. ബിക്കോസ് ദാറ്റ് പാർട്ട് ഈസ് ഓർഗാനിക്. സോ ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് എ ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറയും. അപ്പൊ ഈ ടൈപ്പ് മോളിക്യൂൾസിന് ഒരു എൻഡ് പോളാർ മറ്റേ എൻഡ് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ആംഫിഫിലിക് മോളിക്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കൊണ്ടാണ് ആംഫിഫിലിക് മോളിക്യൂൾസ്. അപ്പൊ ഈ ആംഫിഫിലിക് മോളിക്യൂൾസിന്റെ പ്രത്യേകത they are actually dissolved both in water as well as organic solvents, and they are actually used as detergents. സോപ്പിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ക്ലെൻസിങ് ആക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ബിക്കോസ് ദീസ് സോപ്സ് when dissolved in water forms aggregate molecules തമ്മിൽ അഗ്രിഗേറ്റ് ചെയ്യും. ഈ ആംഫിലിക് മോളിക്യൂൾസ് തമ്മിൽ കൂടിച്ചേർന്നിട്ട് it forms a supramolecular structure which are known as micelles.
മൈസെൽസ് എന്ന് പറയുന്ന ഒരു സൂപ്രമോളിക്കുലർ സ്ട്രക്ചർ അതുണ്ടാക്കും. കാരണം ഈ ഹൈഡ്രോഫോബിക് പാർട്ട്, ഓർഗാനിക് പാർട്ട് വാട്ടർ ഹീറ്റിംഗ് ആണ്, ഇറ്റ് ഡസ് നോട്ട് ലൈക്ക് വാട്ടർ. അതുകൊണ്ട് വാട്ടറിനോടുള്ള കോൺടാക്ട് അത് കുറയ്ക്കാൻ വേണ്ടി അതെന്താ ചെയ്യുന്നത്, ഈ ഓർഗാനിക് പാർട്ട് എല്ലാം കൂടി, മോളിക്യൂൾസിന്റെ ഓർഗാനിക് പാർട്ട് എല്ലാം കൂടി കൂടിച്ചേരും. അപ്പൊ കുറെ മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരും, അസംബ്ലിംഗ് ദ ഓർഗാനിക് പാർട്ട് തമ്മിൽ കൂടിച്ചേർന്നിട്ട്, സോ ദാറ്റ് ഓൺലി ദ ഹെഡ് പോർഷൻ വിൽ ബി എക്സ്പോസ് ടു വാട്ടർ. ഈ മോളിക്യൂളിന്റെ ഹെഡ് പോർഷൻ മാത്രമേ വാട്ടറിലോട്ട് എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ. ബാക്കി ഓർഗാനിക് പാർട്ട് വിൽ ബി ആക്ച്വലി ഇൻ നോൺ കോണ്ടാക്ട്. ഈ സൂപ്രമോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവുന്നതുകൊണ്ട് വാട്ടറായിട്ടുള്ള കോണ്ടാക്ട് മിനിമം ആയിരിക്കും ഈ ഓർഗാനിക് പാർട്ട്. ഇതിനെയാണ് നമ്മൾ മൈസെൽസ് എന്ന് പറയുന്നത്. ഈ മൈസെൽസ് ആണ് ആക്ച്വലി ക്ലെൻസിങ് ആക്ഷൻ ഒക്കെ കൊടുക്കുന്നത്. ഈ മൈസെൽസ് പല ഇതിന്റെ സ്ട്രക്ചർ പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ഈ സൂപ്രമോളിക്കുലർ സ്ട്രക്ചർ ഓർഗാനിക് അസംബ്ലി. അപ്പൊ അത് മൈസെൽസ് ആവാം, മറ്റേ ടൈപ്പ് ബൈലെയർ ഷീറ്റ്സ് ആവാം. രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ തമ്മിൽ അറേഞ്ച് ചെയ്യാം. കുറെ കഴിയുമ്പോൾ ഈ ഷീറ്റ് വളഞ്ഞിട്ട് ഒരു സ്ഫിയർ ആയിട്ട്, ഹോളോ സ്ഫിയർ ആയിട്ട് മാറാം. അതിനെ വെസിക്കിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ലിപ്പോസോംസ് എന്ന് വിളിക്കാറുണ്ട്. ഹോളോസ്ഫിയർ ബൈലെയർ ആണ്, രണ്ട് ലെയർ. മൈസെൽസ് യൂണിലെയർ ആണെങ്കിൽ വെസിക്കിൾസ് അല്ലെങ്കിൽ ലിപ്പോസോംസ് ബൈലെയർ ആണ്, രണ്ട് ലെയർ ആണ്. ഈ താഴെ കാണിച്ചാൽ ഇത് ഒരു ബൈലെയർ ആണ്. ഇതൊരു ഷീറ്റാണ്. ഈ ഷീറ്റ് മടങ്ങി രണ്ട് എൻഡും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ടൈപ്പ് ഹോളോസ്ഫിയർസ്, ഇതാണ് ലിപ്പോസോംസ് ഓ വെസിക്കിൾസ്. ലിപ്പോസോംസ് വെസിക്കിൾസ് ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ഫാറ്റി ആസിഡ്സ് ഞാൻ പറഞ്ഞ പോലെ omega-3, omega-6, omega-9 എല്ലാം ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ് ഇതെല്ലാം. ആൻഡ് നമ്മൾ പറയുന്ന ഈ DHA എന്ന് പറയുന്ന എല്ലാ ബേബി ഡ്രിങ്ക്സിലൊക്കെയുള്ള, പാൽപ്പൊടിയിലും എല്ലാ ഹോളിക്സ് പോലത്തുള്ള ഇതില് ഇൻഫാന്റ് ഡ്രിങ്ക്സിലൊക്കെയുള്ള ഇത് DHA എന്ന് പറയുന്നത് ഡോക്ലോസഹെക്സനോയിക് ആസിഡ് ആണ്. ആൻഡ് ഇൻ ഷോർട്ട് DHA എന്ന് പറയുന്നത് ബ്രെയിൻ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പ് omega-3 ഫാറ്റി ആസിഡ്സ് എല്ലാം. അപ്പൊ അതിനൊക്കെ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ അവര് മെയിൻലി HDL, LDL എന്ന് പറയുന്നുണ്ട്. HDL, LDL എന്നൊക്കെ പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസും ഹൈ ഡെൻസിറ്റി ഇതാണ് ഫാറ്റി ആസിഡ്സിന്റെ ഒരു ഇതാണ്, ബ്ലഡിലുള്ള എമൗണ്ട് ആണ് HDL-ഉം LDL എന്നൊക്കെ പറയുന്നത്. ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൂടിപ്പോയാൽ കേടുവാണ്. അപ്പോൾ അതിന്റെ ഒരു ലിമിറ്റിൽ അത് കൂടരുത്. അപ്പൊ അതിനൊക്കെ നമ്മള് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഫംഗ്ഷന് പ്രശ്നമാവും, നേരെ തിരിച്ചാവും. ചെറിയ എമൗണ്ട്സിൽ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഫംഗ്ഷൻ കേട് സംഭവിക്കും. അത് ബ്ലഡിലൊക്കെ നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് ഈ സ്പീഷീസ്. നെക്സ്റ്റ് when you go to the lipids എന്ന് പറയുന്ന കേസ്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഫാറ്റി ആസിഡ്സിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ബോഡിയിലുള്ള ഒരു ഫേസ് ആണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ലിപ്പിഡ്സ് ആർ ആക്ച്വലി ഓയിലി, ഫാറ്റി ഓർ വാക്സി സബ്സ്റ്റൻസസ് പ്രസന്റ് ഇൻ living organisms and are structurally esters of long chain fatty acid and alcohols. ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഫാറ്റി ആസിഡിന്റെ എസ്റ്റേഴ്സ് ആണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആക്ച്വലി എസ്റ്റേഴ്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി, ആൽക്കഹോളും ഫാറ്റി ആസിഡും. ആസിഡും കാർബോക്സിലിക് ആസിഡും ആൽക്കഹോൾ തമ്മിലാണല്ലോ എസ്റ്റർ ഉണ്ടാവുന്നത്. ഇവിടെ ആസിഡ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആണ്. ഇവിടുത്തെ ആസിഡും അതേപോലെ ആൽക്കഹോളും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ എസ്റ്റേഴ്സിനെയാണ് ആക്ച്വലി നമ്മൾ ലിപ്പിഡ്സ് എന്ന് വിളിക്കുന്നത്. ലിപ്പിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ലിപ്പിഡ്സും കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ലിപ്പിഡ്സ് ഉണ്ട്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളാണ്. എസ്റ്റർ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ലിപ്പിഡ്സിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫാറ്റി ആസിഡും ആൽക്കഹോൾ ആയിരിക്കും. അതിനെയാണ് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. we will get only the fatty acid and alcohol upon hydrolysis. വേറെ മോളിക്യൂൾ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ സിമ്പിൾ ലിപ്പിഡ്സ് upon hydrolysis gives fatty acid and alcohols. അതിനെയാണ് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ട്രൈഗ്ലിസറൈഡ്സും വാക്സസും. സിമ്പിൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ കാറ്റഗറി ലിപ്പിഡ്സ് ആണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ലിപ്പിഡ്സിന്റെ പ്രത്യേകത, അവരെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ആസിഡും ആൽക്കഹോൾ കിട്ടും. അതിന് പുറമെ മൂന്നാമതൊരു മോളിക്യൂൾ, ഡിഫറെന്റ് മോളിക്യൂൾ കൂടി കിട്ടും. അത് ഫോസ്ഫോറിക് ആസിഡോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഈ ആൽക്കഹോളും ഫാറ്റി ആസിഡിന് പുറമെ മൂന്നാമത്തെ ഒരു മോളിക്യൂളും കൂടി
ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് നമ്മൾ വിളിക്കും. മിക്ക കേസിലും അത് ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും. അപ്പൊ ഫോസ്ഫോറിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ മോളിക്യൂൾ ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് വിളിക്കും. ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് മൂന്നാമത്തെ മോളിക്യൂൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് വിളിക്കും. അങ്ങനെ ഡിപെൻഡിങ് അപ്പോൺ വാട്ട് ദ തേർഡ് മോളിക്യൂൾ ഈസ്. അങ്ങനെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഇതെല്ലാം കോമ്പൗണ്ട് ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. ഈ ട്രൈഗ്ലിസറൈഡ്സ് അഗൈൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു സ്പീഷീസ് ആണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ലിപ്പിഡ്സിൽ വരുന്ന ഒരു ഇതാണ് ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കേസ്. ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ ലിപ്പിഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രൈഗ്ലിസറൈഡ്സും വാക്സസ്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ട്രൈഎസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ വിത്ത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. ഗ്ലിസറോളിന്റെയും ഫാറ്റി ആസിഡിന്റെയും എസ്റ്റേഴ്സിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഗ്ലിസറോൾ നമുക്കറിയാം CH2 ഒരു ട്രൈഹൈഡ്രോക്സി ഇതാണ്, 3 ഗ്രൂപ്പുള്ള ഒരു ആൽക്കഹോൾ ആണ് ഈ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. CH2OH, CHOH, CH2OH. അതായത് ഇവിടെ ഞാൻ കാണിച്ച പോലെ CH2OH, CHOH, CH2OH സോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലിസറോൾ, അതാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അതിന്റെ എസ്റ്റർ വിത്ത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്. അതായത് ഇതിന്റെ ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ ഇതായിരിക്കും CH2O C ഡബിൾ ബോണ്ട് R എസ്റ്റർ ഗ്രൂപ്പ് OCO R OC ഡബിൾ ബോണ്ട് R. ഈ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ചിലപ്പോൾ ഡിഫറെന്റോ സെയിമോ ആവാം. അപ്പൊ നമ്മൾ ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ട്രൈഗ്ലിസറൈഡ്സ് ആണ് ആക്ച്വലി ഓയിലും ഫാറ്റും. ആക്ച്വലി അപ്പൊ ഓയിലും ഫാറ്റോ, എണ്ണയും കൊഴുപ്പും എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാധനങ്ങൾ ആക്ച്വലി ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അതായത് ഒന്ന് ഓയിലും മറ്റേത് ഫാറ്റ് ആണ്. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡിലുള്ള ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ആണ്, അതായത് എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ദാറ്റ് ട്രൈഗ്ലിസറൈഡ് വിൽ ബി ഫാറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ, കൊഴുപ്പായിരിക്കും, ദാറ്റ് ഈസ് സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നേരെ മറിച്ച് ഇതിലെ ഒരു ഫാറ്റി ആസിഡ് എങ്കിലും ഡബിൾ ബോണ്ട് ആണെങ്കിൽ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഫാറ്റി ആസിഡ് ഉണ്ടല്ലോ അല്ലെ, അല്ലെ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഓയിൽ കാറ്റഗറിയിലോട്ട് വരും. അതാണ് നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് എന്ന്. അപ്പോൾ ഓയിലും ഫാറ്റും എന്ന് പറയുന്നത് ആക്ച്വലി ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഓയിലോ ഫാറ്റോ, എണ്ണയോ കൊഴുപ്പോ നമ്മൾ എടുത്ത് അത് ആക്ച്വലി എണ്ണയോ കൊഴുപ്പ് എന്നൊക്കെ പറയുന്നത് എസ്റ്റേഴ്സ് ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആണ് നമുക്ക് കിട്ടുന്നത്. എണ്ണയും കൊഴുപ്പെല്ലാം ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ആക്ച്വലി ട്രൈഗ്ലിസറൈഡ്സിനെ നമ്മൾ സോപ്പ് മാനുഫാക്ചറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന ഈ ട്രൈഗ്ലിസറൈഡ്സിനെ എണ്ണയോ കൊഴുപ്പോ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് ആൽക്കലി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് കിട്ടും. സോപ്പ് ഉണ്ടാക്കാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഫാറ്റ് ഓർ ആൽക്കഹോൾ, ഫാറ്റ് ഓർ ഓയിൽ എടുക്കുക, ആൽക്കഹോൾ എണ്ണ ഒഴിച്ച് ഒരു ആൽക്കലി അതിലോട്ട് ആഡ് ചെയ്യുക. ആൽക്കലി ആഡ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? എസ്റ്റർ ആണെങ്കിൽ if you treat it with an alkali, what happens? Ester hydrolysis take place. എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്, അതായത് എസ്റ്റർ ബോണ്ട് ക്ലീവ് ചെയ്യും in the process of an alkali. എന്നിട്ട് ഈ ഫാറ്റി ആസിഡ് ഫ്രീ ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സാപ്പോണിഫിക്കേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കും. സോപ്പ് മാനുഫാക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കേസാണ്. അപ്പോൾ ഓയിൽസിനെ ഫാറ്റിനെ ആൽക്കലി വെച്ച് ഹൈഡ്രലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോപ്പ് മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ അല്ലെങ്കിൽ ആനിമൽ ഫാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കൊഴുപ്പാണെങ്കിൽ വില കുറഞ്ഞതായിരിക്കും. ആനിമൽ ഫാറ്റ് ഒക്കെ പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ചില സോപ്പുകളൊക്കെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടോന്ന് ഒക്കെ പറയും. അതിന്റെ അർത്ഥം അവർ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് സാപ്പോണിഫിക്കേഷൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഈ എണ്ണ ഒഴിച്ചിട്ടാണ് അസൽ വെളിച്ചെണ്ണ ഉള്ള സോപ്പും എന്നൊക്കെ പറയും. അതിന് വരാത്ത നമുക്കറിയില്ല അതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ. പിന്നെ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓയിൽസും ഫാറ്റിലൊക്കെ ഉള്ള മിൽക്ക് ഫാറ്റോ എഗ്ഗിലും ഉണ്ട്, റെഡ് മീറ്റിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇതാണ് ഈ ഓയിൽസും ഫാറ്റ്സ് എല്ലാം. Then we have phospholipids. Phospholipidsന്റെ പ്രത്യേകത again they are triesters of glycerol. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും
ഗ്ലിസറോളിന്റെ എസ്റ്റേഴ്സ് തന്നെയാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ലിപ്പിഡ്സില്, അതായത് ട്രൈഗ്ലിസറൈഡ്സില് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ, ഈ ഫോസ്ഫോലിപ്പിഡ്സിന്റെ കേസിൽ 3ാമത്തെ പോർഷൻ ഇത് ആക്ച്വലി ഫോസ്ഫോറിക് ആസിഡ് പാർട്ട്. ഫോസ്ഫോറിക് ആസിഡിന്റെ പാർട്ട് ആയിരിക്കും. ഓക്കെ, ഇവിടെ ആദ്യത്തെ 2 OC ഡബിൾ ബോണ്ടോ OC ഡബിൾ ബോണ്ടോ, 3ാമത്തത് OP ഡബിൾ ബോണ്ടോ O-, അത് ഫോസ്ഫോറിക് ആസിഡ് പാർട്ടാണ്. അപ്പൊ 3ാമത്തെ ഗ്രൂപ്പ് ആക്ച്വലി ഫോസ്ഫോറിക് ആസിഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരെണ്ണം ഗ്ലിസറോൾ ആയിരിക്കും, ഫാറ്റി ആസിഡ് കിട്ടും, 3ാമത് ഫോസ്ഫോറിക് ആസിഡ് പാർട്ടും കൂടി നമുക്ക് കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സെൽ മെമ്പറൈൻ ആണ് ഇവര്. ഗുഡ് എമൽസിഫയേഴ്സ് ആണ്, കാരണം ഇത് ഒരു ആംഫിബിലിക് നേച്ചർ ഉണ്ട്. കാരണം ഈ ഫോസ്ഫോറിക് ആസിഡ് ആംഫിബിലി ഈ O- ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ പാർട്ട് വാട്ടർ സോലുബിൾ ആണ്. ആക്ച്വലി ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഈ പാർട്ട് ഫോസ്ഫോറിക് ആസിഡ് പാർട്ട്. അതുകൊണ്ട് എമൽസിഫൈ ചെയ്യാൻ വളരെ നല്ല ഇതാണ്. ഓയിൽസിനെയും വാട്ടറിനെയും കൂടി മിക്സ് ചെയ്യാൻ ഈ ടൈപ്പ് ഫോസ്ഫോലിപ്പിഡ്സ് ഇത് മെയിൻലി ഈ എഗ്ഗിലൊക്കെ ഉള്ള ഒരു ടൈപ്പാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ടയെടുത്ത് സ്പൂൺ വെച്ച് അടിക്കുമ്പോൾ പതഞ്ഞു വരുമല്ലോ. അത് ആക്ച്വലി ഫോസ്ഫോലിപ്പിഡ്സിന്റെ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നത്. അത് ആക്ച്വലി ഈ ലെസിത്തിൻ എന്ന് പറയുന്നത് എഗ്ഗിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. നല്ല എമൽസിഫയേഴ്സ് ആണ്, വാട്ടറിന് ഓയിൽസും കൂടി മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിനെയാണ് നമ്മൾ എമൽസിഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ദീസ് ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ആർ soluble in both in water as well as organic solvents, so they may be used for emulsifying agents. ഇങ്ങനെ എമൽസിഫൈങ് ഏജൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അവരെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാക്സസ്. വാക്സസ് എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഫാറ്റി ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. അത് സിമ്പിൾ എസ്റ്റേഴ്സ് ആണ്. എസ്റ്റേഴ്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് വിത്ത് ലോങ് ചെയിൻ മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്. നമ്മൾ ഈ ഫോസ്ഫോലിപ്പിഡ്സോ അല്ലെങ്കിൽ കേസിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്നൊക്കെ പറയുന്നത് ഗ്ലിസറോൾ ആണ് ഇവിടെ ആൽക്കഹോൾ ആയിട്ട് വരുന്നത്. മറ്റേതില് വാക്സസിന്റെ കേസിൽ മോണോഹൈഡ്രിക് ആൽക്കഹോൾ, ഒരൊറ്റ OH ഗ്രൂപ്പുള്ള ആൽക്കഹോൾസ് ഉള്ള ഇതാണ് വാക്സസ് എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ചെയിൻ എസ്റ്റർ ഇതാണ് വാക്സസ് എന്ന് പറയുന്നത്. അപ്പം ലോങ് മോണോഹൈഡ്രിക് ആൽക്കഹോൾസും ഫാറ്റി ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എസ്റ്റേഴ്സിനെയാണ് നമ്മൾ വാക്സസ് എന്ന് പറയുന്നത്. വാക്സസ് ആർ സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ വാക്സസ് ഉണ്ട്. ഇയർ വാക്സ് എന്നൊക്കെ പറയുന്നത് ഈ ടൈപ്പ് വാക്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു സ്കിന്നിന്റെ പുറത്ത് നാച്ചുറൽ വാക്സിന്റെ കോട്ടിംഗ് ഉണ്ട്. അത് വാട്ടർ പെനിട്രേറ്റ് ചെയ്യാതെയൊക്കെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കേസാണ് ഈ ടൈപ്പ് വാക്സസ് ആയിട്ട് പറയുന്നത്. വാക്സസ് പല ആപ്ലിക്കേഷൻ ഉണ്ട്. കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഷൂ പോളിഷിൽ ഉപയോഗിക്കുന്നുണ്ട്, കാൻഡിൽസ് മെഴുകുതിരിയിൽ വാക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഓയിൻമെന്റ്സിൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല ടൈപ്പ് വാക്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബി വാക്സ് എന്ന് പറയുന്നത്, തേനീച്ചയുടെ വാക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ആ കൂടുണ്ടാക്കുന്നത്, തേനീച്ചയുടെ കൂടുണ്ടാക്കുന്നത് ബി വാക്സ് കൊണ്ടാണ്. അത് ആക്ച്വലി മൈർസാൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. എക്സാമ്പിൾ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അതേപോലെ ജസ്റ്റ് നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഫാറ്റി ആസിഡിന്റെ കേസിൽ നമ്മൾ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. സാച്ചുറേറ്റഡ് വരാം, അതായത് സിംഗിൾ ബോണ്ട്സ് മാത്രം ഉള്ളത്. അതേപോലെ അൺസാച്ചുറേറ്റഡ് വരാം. അൺസാച്ചുറേറ്റഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ്, അതായത് ഒരു ഡബിൾ ബോണ്ട് മാത്രം ഉള്ളതും പോളി അൺസാച്ചുറേറ്റഡ്. ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട്സ് വന്നു കഴിഞ്ഞാൽ പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഫാറ്റി ആസിഡ്സിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഫാറ്റ്സും ഓയിൽസും എല്ലാം ഫാറ്റി ആസിഡിന്റെ എസ്റ്റേഴ്സ് ആണ് വിത്ത് ഗ്ലിസറോൾ ആയിട്ട് അത് ഉണ്ടാക്കുന്ന എസ്റ്റേഴ്സിനെയാണ്, ഫാറ്റി ആസിഡ് ഉണ്ടാക്കുന്ന എസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫാറ്റ്സും അല്ലെങ്കിൽ ഓയിൽസ് എന്ന് വിളിക്കുന്നത്. ഓയിൽസിന്റെ പ്രത്യേകത ദേ ആർ ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓയിൽസിൽ ഫാറ്റി ആസിഡ് സാച്ചുറേറ്റ് ആയിരിക്കും. ഫാറ്റ്സിന്റെ കേസിൽ ഈ ഫാറ്റി ആസിഡ് അൺസാച്ചുറേറ്റ് ആണെങ്കിൽ, ഓയിൽസിന്റെ കേസിൽ അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ഓയിൽ ആയിരിക്കും. എല്ലാ ഫാറ്റി ആസിഡ് എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ഫാറ്റ് ആയിരിക്കും, സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ആയിട്ട് പറയും. അപ്പോ ഇതെല്ലാം നമ്മുടെ ബോഡി, നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഇതാണ്. നാച്ചുറലി ഒക്കറിങ് ഫാറ്റി ആസിഡ് ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ് എല്ലാം സിസ് ഡബിൾ ബോണ്ട്സ് ആണുള്ള. ട്രാൻസ് ഫാറ്റി ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗിൽ മാത്രമേ ട്രാൻസ് ഫാറ്റി ആസിഡ് വരുന്നുള്ളൂ. ആൻഡ് ഈ ഫുഡിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കേസിൽ ഡിറൈവ്ഡ് ലാർജ്ലി ഫ്രം ആനിമൽസ്.
products like meat, dairy products, eggs, okay, and also plant-based sources. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടും. ആനിമൽസിൽ നിന്നൊക്കെ ആണെങ്കിൽ മീറ്റിൽ നിന്ന്, ബീഫ്, അതുപോലെ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ ടൈപ്പ് ഒക്കെ വേണമെങ്കിൽ ആനിമൽ പ്രോഡക്ട്സ്, മീറ്റ്, ഡയറി പ്രോഡക്ട്സ്, പാലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, എഗ് മുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, പഴമുട്ടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പ്ലാന്റ് ബേസ്ഡ് സോഴ്സസ് ആണ്. സാച്ചുറേറ്റഡ് വെളിച്ചെണ്ണ, എഗൈൻ ഫോർ എക്സാമ്പിൾ ഓഫ് സാച്ചുറേറ്റഡ് വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, അടങ്ങി കൂടുതലാണ്. ഡിവൈഡഡ് ഓപ്ഷൻസ്, വെദർ ഹാർംഫുൾ ഓർ ബെനിഫിഷ്യൽ, അതിപ്പോഴും ഒരു തർക്കമാണ്. അത് ബോഡിക്ക് എസെൻഷ്യൽ ആണോ അല്ലെങ്കിൽ കേട് ഉണ്ടാക്കുവോ, ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിൽ രണ്ട് ഇത് പറയുന്നുണ്ട്. ഇത് പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ലാന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട് എന്നും. അപ്പോൾ അങ്ങനൊക്കെ പല ഡിവൈഡഡ് ഓപ്ഷൻസ്, ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പൊ അത് സാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ കുറിച്ച് ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അത് ബോഡിക്ക് ഹാർംഫുൾ ആണോ ഹാർംഫുൾ അല്ലയോ എന്നുള്ളത് കേസ് ഇപ്പോഴും ഒരു ഡിവൈഡഡ് ഒപ്പീനിയൻ ആണ് അതിനെ കുറിച്ചുള്ളത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഞാൻ കേട്ടതാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിന്റെ കേസിൽ ഡിറൈവ്ഡ് ഫ്രം വെജിറ്റബിൾസ് ആൻഡ് പ്ലാന്റ്സ്. ഡബിൾ ബോൺസ് ഉള്ള ഫാറ്റ്സ് എല്ലാം പ്ലാന്റ്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുന്നത്. കംപ്രൈസ്ഡ് ഓഫ് മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അതിലുണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ആവാം. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അവക്കഡോസ്, നട്ട്സ്, ഫ്രൂട്ട്സ്, അവക്കഡോസ് പോലുള്ള ഫ്രൂട്ട്, ഒലീവ് ഓയിൽ, അതേപോലെ നട്ട്സ്, കാഷ്യൂ നട്ട്, ഗ്രൗണ്ട് നട്ട്, നട്ട്സ്, അതെല്ലാം മിക്കയിലും മോണോ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് സീസെയിം, എള്ളെണ്ണ ഇതിലൊക്കെ ഉള്ളത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. മിക്കത് റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഫിഷ് ലിവർ ഓയിൽ എല്ലാം റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഹൈലി എസെൻഷ്യൽ ഫോർ, ബോഡിക്ക് കേടല്ല, ആക്ച്വലി ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്. ബോഡിക്ക് ഏറ്റവും കേടുള്ളതാണ് ഈ നടുക്ക് ഞാൻ എഴുതിയേക്കുന്നത്, ദാറ്റ് ഈസ് ദ ട്രാൻസ് ഫാറ്റ്സ്. ഈ ട്രാൻസ് ഫാറ്റ്സ് ആണ് ഏറ്റവും ബോഡിക്ക് ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ളത്. വളരെ കുറച്ചേ അത് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ബോഡിക്ക് യാതൊരു വിധത്തിലും അത് ഗുണമല്ല, ഹാർംഫുൾ ടു ഹ്യൂമൻ ബോഡി. നേച്ചറിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ് ഫാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ നേച്ചർ. ഇൻഡസ്ട്രിയിൽ മാത്രമേ ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുന്നുള്ളൂ. അതായത് ഈ സിസ് ഫാറ്റിനെയൊക്കെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ജനറലി കൺവേർട്സ് ഇൻ ടു ദ മോർ സ്റ്റേബിൾ ട്രാൻസ് ഫാറ്റ്. സിസ് ഫാറ്റി ആസിഡ് അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് ബോഡിക്ക് അതിനെ പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ട്രാൻസ് ഫാറ്റ്സ് സ്റ്റേബിൾ ആയതുകൊണ്ട് ബോഡിക്ക് അവരെ ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല, മെറ്റബോളൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ട്രാൻസ് ഫാറ്റി ആസിഡ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയുടെ അകത്ത് അത് അങ്ങനെ തന്നെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. കനോട്ട് ബി മെറ്റബോളൈസ്ഡ്, ഡിഫിക്കൽട്ട് മെറ്റബോളൈസ്. ട്രാൻസ് ഫാറ്റി ആസിഡ് നാച്ചുറലി ഒക്കറിങ് അല്ല, നോർമലി ഇൻഡസ്ട്രി പ്രോസസ്സിലേക്ക് അത് വരുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഫാറ്റ്സിനെയൊക്കെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് ആയിട്ട് മാറും. ജനറലി ബേക്കറി ഐറ്റത്തിൽ ഒക്കെ ഉള്ള ഐസ്ക്രീംസും പേസ്ട്രി, ബർഗർ, അതിലൊക്കെ ഉള്ള ഇതിലാണ് ഈ ട്രാൻസ് ഫാറ്റ്. അവര് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്യും. കാരണം ഇൻക്രീസ് ദ ഷെൽഫ് ലൈഫ്, ഫുഡിന്റെ ഒക്കെ ഷെൽഫ് ലൈഫ്. ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫ്, എക്സ്പയറി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേടാവാതിരിക്കാൻ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്യും. ട്രാൻസ് ഫാറ്റ് ആണെങ്കിൽ അത് കേടാവില്ല, കാരണം അത് മൈക്രോ ഓർഗാനിസത്തിനോ ഒന്നും അതിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ട്രാൻസ് ഫാറ്റ് ഡിസോസിയേറ്റ് ചെയ്യില്ല, ദേ വിൽ ഇൻക്രീസ് ദ ഷെൽഫ് ലൈഫ്. പക്ഷെ ബോഡിക്ക് വളരെ കേടാണ് ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നോ ലോങ്ങർ റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് ബൈ ദ FDA, ഫുഡ് ഡെവലപ്മെന്റ് ആൻഡ് സേഫ്റ്റി അസോസിയേഷൻ. അവര് ഒരിക്കലും ഇത് ട്രാൻസ് ഫാറ്റി ആസിഡ് സേഫ് ആയിട്ട് പറയുന്നില്ല. നോ ലോങ്ങർ റെക്കഗ്നൈസ്ഡ് ആസ് സേഫ്, അത് സേഫ് അല്ല എന്നാണ് FDA പറയുന്നത്. ട്രാൻസ് ഫാറ്റി ആസിഡുള്ള ഫുഡ് കഴിവതും കുറയ്ക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ്, ബോഡിക്ക് ഏറ്റവും നല്ലത് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അത് പോളി ആവാം, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആവാം, വിച്ച് അഗെയിൻ ഫിഷിൽ റിച്ച് ആണ്. അവക്കഡോ പോലുള്ള ഇത്, പിന്നെ അങ്ങനത്തെ പോലെയുള്ള ഇതിലെല്ലാം ആൽമണ്ട്, ബദാം ടൈപ്പ് ഇത്, അവക്കഡോ, ഇതിലെല്ലാം ആക്ച്വലി റിച്ച്. പല നട്ട്സിലും ഒക്കെ ഈ ടൈപ്പ് ഫാറ്റ്, ഒലീവ് ഓയിൽ എല്ലാത്തിലും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ആക്ച്വലി റിച്ച്. ഇതൊക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെറ്റ് ഓൾ ദിസ് ടൈപ്പ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ക്രീമിൽ ഒക്കെയുള്ള, ക്രീമില്, പിന്നെ ബ്രെഡ്, അതേപോലെ തന്നെ റെഡ് മീറ്റ്, വെളിച്ചെണ്ണ ഇതിലൊക്കെ ഉള്ളത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്.
ട്രാൻസ് ഫാറ്റി ആസിഡ് ഞാൻ നേരത്തെ പോലെയാണ് കേക്കും ബർഗർ പേസ്ട്രിയിലൊക്കെ ഉള്ളത് ട്രാൻസ് ഫാറ്റി ആസിഡ് ആണ്. ദാറ്റ് യു ഹാവ് ടു മിനിമൈസ്, ടോട്ടലി അവോയ്ഡ് ഇറ്റ്. ഓക്കെ, കുക്കീസ് ഇതെല്ലാം ട്രാൻസ് ഫാറ്റി ആസിഡ് റിച്ച് പ്രോഡക്ട്സ് ആണ്. ആക്ച്വലി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. So then with this idea, we'll now go into the physical properties of fatty acid. ഇനി ഇതിന്റെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് നടക്കാം. അപ്പൊ ഇത്രയും ഞാൻ തന്ന ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഫാറ്റി ആസിഡിനെ കുറിച്ചൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ദിവസങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അതിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോ തന്നത്. എന്താണ് ഫാറ്റി ആസിഡ് എന്നും അൺസാച്ചുറേറ്റഡ് ടൈപ്പ് ഫാറ്റി ആസിഡ് ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞത്. Okay, now we'll go into the physical properties. Physical properties എന്ന് പറയുമ്പോൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, അതെല്ലാമാണ് ജനറലി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ്, അത് തരാൻ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സോലുബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സ് ഡസ് നോട്ട് ഹാവ് വെരി ഗുഡ് സോലുബിലിറ്റി. പുവർ വാട്ടർ സോലുബിലിറ്റി ആണ് ഫാറ്റി ആസിഡിന് ഉള്ളത്. കാരണം എന്താണ്, അവർക്ക് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ട്. ഒരു എൻഡ് COH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, മറ്റേ എൻഡ് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഓർഗാനിക് പാർട്ട് ജനറലി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ പുവർ സോലുബിലിറ്റി ആണ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഒരു ലെയർ ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ആണെങ്കിൽ താഴെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ pH ഡിപ്പെൻഡന്റ് ആണ് ഇവരുടെ സോലുബിലിറ്റി. കാരണം ഇഫ് യു ഇൻക്രീസ് ദ pH കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് ഇൻ ദ ആൽക്കലൈനിറ്റി, മേക്ക് ഇറ്റ് അബൌവ് 7. ആൽക്കലൈനിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവരുടെ സോലുബിലിറ്റി കൂടും. ഇപ്പൊ ഫാറ്റി ആസിഡിന്റെ സോലുബിലിറ്റി, വാട്ടറിലുള്ള സോലുബിലിറ്റി pH ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഇഫ് യു ഇൻക്രീസ് ദ pH, അതായത് ഇഫ് യു ഇൻക്രീസ് ദ ബേസിറ്റി ഓഫ് ദ സൊല്യൂഷൻ, the solubility of fatty acid increases. അത് സോലുബിൾ ആവാനുള്ള കാരണം എന്താണ്, അത് ഒരു ബേസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഡിസോസിയേറ്റ് ചെയ്യും, അയണൈസ് ചെയ്യും. അയണൈസേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബേസിസിറ്റി. pH കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ അയണൈസേഷൻ കൂടും. അയണൈസേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് COO- സ്റ്റേറ്റിലോട്ട് അത് പോകും. And that will increase the solubility. അപ്പോൾ ഇത് അയോണിക് നേച്ചർ ആയിട്ട് മാറും. And that will increase the solubility. അപ്പോൾ ഇറ്റ്സ് ഇതിന്റെ സോലുബിലിറ്റി പ്രത്യേകിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം സോലുബിലിറ്റി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ pH ഡിപ്പെൻഡന്റ് ആണ് ഇതിന്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. And fatty acids are easily extracted with non-polar solvents from solutions or suspensions by lowering the pH to form uncharged carboxylic. അപ്പോൾ വാട്ടറിൽ നിന്ന് ഫാറ്റി ആസിഡിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് pH കുറയ്ക്കുക, അതായത് സൊല്യൂഷനെ നമുക്ക് അസിഡിക് ആക്കി മാറ്റുക. അസിഡിക് ആക്കുമ്പോൾ വാട്ടറിലുള്ള ഇതിന്റെ സോലുബിലിറ്റി കുറയും. സോ ദേ വിൽ ബിഗിൻ ടു precipitate ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു ലെയർ ആയിട്ട് അത് കിടക്കും. അതിനെ നമ്മൾ ഓർഗാനിക് സോൾവെന്റ് ആയിട്ട് ഈതറോ എന്തെങ്കിലും വെച്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ട്, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ പോലെ തന്നെ നമ്മൾ ഓർഗാനിക് സോൾവെന്റ്സിലോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് evaporation of the organic solvent will give the free fatty acid. അതേപോലെ raising the pH, increase of water solubility from metal salts. Water solubility pH increase ചെയ്ത് കഴിഞ്ഞാൽ സോലുബിലിറ്റി കൂടും. ഇൻക്രീസ് ചെയ്യുമ്പോൾ മെറ്റൽ സോൾട്ട്സ് ആയിട്ട്, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നെങ്കിൽ സോഡിയം സോൾട്ട് ആയിട്ട് അത് മാറും. പൊട്ടാഷ്യം ആണെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട് ഒക്കെ ആയിട്ട് അത് മാറും. വിച്ച് ആർ ഫെമിലിയർ ആസ് സോപ്സ്. ഓക്കെ, അപ്പൊ അതിന് നമ്മള് സോപ്പായിട്ട് പറയുന്നുണ്ട്. ആൻഡ്
ഓക്കെ. നിങ്ങൾക്ക് ഇവിടം വരെ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇടയ്ക്ക് ലോഗൗട്ട് ആവുന്നുണ്ടോ? ഇവിടെ ചിലപ്പോ ഗൂഗിൾ മീറ്റിന് പ്രശ്നമുണ്ടോ? ചിലപ്പോ 1 മണിക്കൂർ ആയി കഴിഞ്ഞാൽ ചിലപ്പോ ലോഗൗട്ട് ആയിപ്പോ ഓട്ടോമാറ്റിക്കലി. മീറ്റിലുണ്ട് അങ്ങനെ, സൂമിലല്ലേ? ഗൂഗിൾ മീറ്റ് ചിലപ്പോ ഒരു പ്രശ്നമുണ്ട്. അവർ 1 hour തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതിൽ വല്ല ഡൗട്ട് ഒന്നും വരാൻ സാധ്യതയില്ല. സിമ്പിൾ കേസാണ് പറയുന്ന ഇതല്ല ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ. അതുപോലെ നമ്മള് ഫിസിക്കൽ സ്റ്റേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓയിൽസും ഫാറ്റ്സും 2 കാറ്റഗറിയാണ്. ഓയിൽസ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഓയിൽസ് എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണെങ്കിൽ, സാച്ചുറേറ്റഡ് ടൈപ്പ് ആണെങ്കിൽ അത് ഫാറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ഇതാണ്. എന്തുകൊണ്ടാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വന്നു കഴിഞ്ഞാൽ അത് ഓയിലായിട്ടും അത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആണെങ്കിൽ അത് ഫാറ്റ് ആയിട്ടും മാറുന്നത് എന്നുള്ള ഡൗട്ട് സാധാരണ വരാം. വൈ അൺസാച്ചുറേറ്റഡ് കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ അത് ഓയിൽസ്, അത് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞത് വിൽ ബി ഓയിൽസ് at room, liquids at room temperature. The other one which are completely saturated, they will be naturally solids at room temperature. മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും, room temperature there will be solids at room temperature. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരെണ്ണം ഓയിൽ മറ്റേത് ഫാറ്റ് ആയിട്ട്? രണ്ടും ഫാറ്റി ആസിഡ് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം ഒരെണ്ണത്തിൽ ഡബിൾ ബോണ്ട് വരും, ഫാറ്റ്സിൽ ഡബിൾ ബോണ്ട് ഇല്ല എന്നുള്ള കാറ്റഗറിയാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിൽ വരുന്നത് എന്നുള്ളൊരു സംശയം വരാം. അതിനുള്ള ഇതെന്ന് പറയുന്നത് മോളിക്കുലർ പാക്കിങ്ങിൽ വരുന്ന ഡിഫറൻസ് ആണ് ഈ ലിക്വിഡും സോളിഡും ആയിട്ട് മാറാൻ ഉള്ള കാരണം ആയിട്ട് പറയുന്നത്. കാരണം സാച്ചുറേറ്റ് ആണെങ്കിൽ ക്ലോസ് പാക്കിംഗ് ആയിരിക്കും മോളിക്യൂൾസ് അല്ല, അതായത് സിംഗിൾ ബോൺസ് മാത്രമേ ഉള്ളൂ, ഡബിൾ ബോൺസ് ഒന്നും ഇല്ലെങ്കിൽ മോളിക്യൂൾസ് ഇൻ ദാറ്റ് ഫാറ്റി ആസിഡ് വിൽ ബി ക്ലോസ്ലി പാക്ഡ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. Molecules will be closely packed, and because of this close packing, this type of fatty acids generally have high melting points and they have solids at room temperature. Molecular packing ഒരു ഓർഡർ ഉണ്ട്, എല്ലാം sp3 hybridized carbon atom ആണ്. So this will be closely packed. നേരെ മറിച്ച് നമ്മള് ഈ ഫാറ്റി ആസിഡിൽ ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റം അല്ലെങ്കിൽ 1-2 കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് മാറും. sp3 ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ sp2 ട്രൈഗണൽ പ്ലാനാർ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതിൽ വരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പോയിന്റിൽ ഡബിൾ ബോണ്ട് വരുന്ന പോയിന്റിൽ മോളിക്യൂളിന് ഒരു ബെൻഡ് വരും. ആ പോയിന്റിൽ ഒരു ഡിസോർഡർ പോലെ ആ പോയിന്റിൽ ഒരു ബെൻഡ് വരും. ഈ ബെൻഡ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി മോളിക്യൂൾ ആ പോയിന്റിൽ മോളിക്യൂളിന് കൃത്യമായിട്ട് പാക്ക് ചെയ്യാൻ പറ്റാറാവും. അപ്പൊ ആ ബെൻഡ് വരുന്നതുകൊണ്ട് പാക്കിംഗ് ആ പോർഷനിൽ മോളിക്കുലർ പാക്കിംഗ് എഫിഷ്യന്റ് ആവില്ല. അപ്പൊ ഈ molecular packing efficient അല്ലാത്തതുകൊണ്ട് generally this unsaturated fatty acid will exist as oils at room temperature. Melting point കുറയും, കാരണം molecular packing ഫാറ്റ്സിന്റെ അത്രയും ഇതല്ല, ക്ലോസ്ഡ് അല്ല ഓയിൽസിന്റെ കേസിൽ. So that ഈ നോൺ ലീനിയർ ചെയിൻസ്, ലീനിയർ ചെയിൻ ആയിട്ട് മറ്റേതിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നോൺ ലീനിയർ ചെയിൻസ് ആയിട്ട് മാറും. മോളിക്കുലർ പാക്കിംഗ് എഫക്റ്റീവ് ആവില്ല, അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആയിട്ട് മാറും, and they will have low melting point, causing them to exist as liquids at room temperature. Room temperature ഒരു liquids ആയിട്ട് exist ചെയ്യുന്നുണ്ട്. And again ഡബിൾ ബോൺസിന്റെ കേസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സിസ് ഡബിൾ ബോൺസും ട്രാൻസ് ഡബിൾ ബോൺസും ഉണ്ട്. സിസ് ഡബിൾ ബോൺസിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, ട്രാൻസ് ഡബിൾ ബോൺസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അങ്ങനെ കേസ് വരാം. സിസ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ട്രാൻസ് ജനറലി
മോർ ഡബിൾ ബോൺസ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സിസ് ഫാറ്റി ആസിഡ് സ്റ്റെബിലിറ്റി കുറവാണ്, ട്രാൻസ് ഫാറ്റി ആസിഡ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സിസ് ഫാറ്റി ആസിഡ് പെട്ടെന്ന് കേടാവും, പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും, ഓക്സിജൻ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സസെപ്റ്റബിൾ ബോൺസ് ആർ സസെപ്റ്റബിൾ ടു oxidation, whereas trans fatty acid are not that much susceptible to oxidation. ട്രാൻസ് ഫാറ്റി ആസിഡ് പെട്ടെന്ന് കേടാവില്ല, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്, ടു അവോയ്ഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഫുഡ്. അങ്ങനെ ടൈപ്പ് ഫാറ്റി ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ ബോൺസ് മാത്രമല്ലെങ്കിൽ മോളിക്യുലർ പാക്കിംഗ് ഓർഡേർഡ് ആയിരിക്കും, ലൈക്ക് ദിസ്. ഒരേപോലെ എല്ലാ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസ്ഡ് വരും. ഇതുകൊണ്ടാണ് ഫാറ്റ് കൊഴുപ്പ് ആയിട്ട്, ഹാർഡ് ഫാറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഡബിൾ ബോൺസ് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതില് മോളിക്യുലർ പാക്കിൽ ഡിസോർഡർ വരും. കാരണം ഒരു കാർബൺ ആറ്റം, ഈ 1-2 കാർബൺ ആറ്റം sp2 ആയി കഴിഞ്ഞാൽ പാക്കിങ്ങിൽ വ്യത്യാസം, ചെയിൻസ് ലീനിയർ ആവില്ല, ബെൻഡ് ഒരു ബെൻഡ് വരും അവിടെ. ഈ ബെൻഡ് വന്നു കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യന്റ് ആവില്ല, ഇതേപോലെ. അതുകൊണ്ട് എഫിഷ്യന്റ് പാക്കിംഗ് അല്ലാത്തതുകൊണ്ട് molecular interaction കുറവായിരിക്കും. There will be liquids at room temperature. അതാണ് ഇതിന്റെ കേസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ആക്ച്വലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞത്, ഇന്ന് നമ്മൾ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ്. അതുപോലെ വാട്ടർ സോലുബിലിറ്റിയും മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഫാറ്റി ആസിഡ്സിന്റെ, ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ഫാറ്റ്സും ഓയിൽസ് ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സോലുബിലിറ്റി ജനറലി കുറവാണ് വാട്ടറിൽ. വെൻ യു ഇൻക്രീസ് ദ pH, solubility increases due to the formation of the ionization. Ionization increase ചെയ്യും, generally solubility increase ചെയ്യും. So pH increase ചെയ്ത് കഴിഞ്ഞാൽ better solubility ഫാറ്റി ആസിഡിന്റെ കൂടും. ദെൻ മെൽറ്റിംഗ് പോയിന്റിലെ കേസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഫാറ്റും ഓയിൽസ്. ഫാറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഓയിൽസ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ ഓയിൽസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതേപോലെ തന്നെ സിസ് ഫാറ്റി ആസിഡും ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്, സിസിന് മെൽറ്റിംഗ് പോയിന്റ് കുറവ്, ട്രാൻസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. ഈ കേസാണ്